വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് കടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത് ചൂടാ, അപ്പോൾ നമ്മൾ ചായ മിക്കതും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഒന്നില്ലെങ്കിൽ ലൈം അടിക്കും, എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തണ്ണിമത്തൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് വെള്ളം കലക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യും. വൈകുന്നേരം അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ 2 നേന്ത്രപ്പഴവും പിന്നെ അന്ന് ഷാജേട്ടൻ ഉത്സവത്തിന് പോയിട്ട് വരുമ്പോൾ കൊടുന്ന കുറച്ച് ഈത്തപ്പഴം ഇരിക്കണോണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഷെയ്ക്ക് അടിക്കാമെന്ന്. കണ്ണൻകുട്ടി കളി കഴിഞ്ഞ് വന്നപ്പോൾ അവനെ കൊണ്ടൊരു പാക്കറ്റ് പാലും കൊണ്ടിരിച്ചിട്ട് ഞാൻ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. 2 നേന്ത്രപ്പഴമൊക്കെ ജാറിൽ മുറിച്ചിട്ടിട്ട് പിന്നെ ഒരു 3-4-5 ഈത്തപ്പഴം കൂടെ, ഒരു 5-6 ഈത്തപ്പഴം കൂടെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ടു. പിന്നെ പാകത്തിന് പാലും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ചെടുക്കുക. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിസ്ത അങ്ങനെയുള്ള സംഭവങ്ങൾ, നട്ട്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. നമ്മുടെ കയ്യിൽ ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഷെയ്ക്ക് അടിച്ചിട്ട് പാകത്തിന് മധുരം ഇട്ടിട്ട് നമ്മളൊരു കപ്പിലേക്ക് അതൊക്കെ പകർത്തി എന്നിട്ട് 3 ആൾക്കും കൂടെ നമ്മളത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ആദ്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ കുടിച്ചിരുന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് നമ്മൾ ജ്യൂസൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ മേലെ വിതരണം കേട്ടോ. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് കുടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മുന്നേ ഞാൻ ഒരുപാട് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം വെയിറ്റ് കൂടിയെന്ന് കണ്ടപ്പോൾ നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.